അതിരുവിട്ട പോസ്റ്റോ എന്നാണ് ചോദ്യം. അതിരുവിട്ട പോസ്റ്റ് അല്ല എന്നാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടെന്ന് ഞാൻ വിശദമാക്കാം. ആദ്യം ഞാൻ ഈ സർവീസ് ചട്ടം ഒന്ന് വായിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. യഥാർത്ഥത്തിൽ അതിരുവിടണമെങ്കിൽ ഈ സിവിൽ സർവീസ് ചട്ടത്തിനെതിരാണല്ലോ വിടേണ്ടത്. നമ്മളിവിടെ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതിനും അപ്പുറത്തേക്ക് വളരെ കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ കാര്യങ്ങളെ വസ്തുതാപരമായി വിശദീകരിക്കാൻ കഴിയുക. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകരുത്. നിലവിൽ ദിവ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗമല്ല. രാഷ്ട്രീയ ഇടപെടൽ പാടില്ല. നിലവിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ദിവ്യ എസ് ഐയുടെ ഭാഗത്ത് നിന്ന് ദിവ്യ എസ് ഐ പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുന്ന സമയത്തോ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്തോ, വിഴിഞ്ഞം സീപോർട്ടുമായി ബന്ധപ്പെട്ടതിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്ന സമയത്തോ ഇല്ല എന്നാണ് നമ്മൾ 3 പേരും മനസ്സിലാക്കുന്നത്. നമ്മൾ 5 പേരും മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ സഹായിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി അൺഡ്യൂ സർവീസ് ഈ ദിവ്യ എസ് അയ്യർ ചെയ്തു കൊടുത്തതായി ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വാദത്തിന് വേണ്ടി ഉന്നയിക്കാം. കുടുംബാംഗങ്ങൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് പ്രേക്ഷകർക്കറിയാം. അത് സുലേഖ ടീച്ചറാണ്. ഒരു കാരണവശാലും അങ്ങനെ കുടുംബ വിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ടീച്ചറല്ല. മറ്റൊന്ന് ശബരിനാഥനാണ്. വളരെ മാന്യമായി ശശി തരൂരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ വളരെ കൃത്യമായി ഫൈറ്റ് ചെയ്യുന്ന, കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് ശബരിനാഥൻ എന്നുള്ളതാണ് മറ്റൊരു ടേക്ക്. അപ്പോൾ കുടുംബാംഗങ്ങളും സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ചട്ടം ലംഘിച്ചാൽ തീരുമാനം സർക്കാരിന് എടുക്കാവുന്നതാണ്. നിലവിൽ ആ ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പുകൾക്കോ മറ്റാവശ്യങ്ങൾക്കോ ആ സ്ഥാനമൊന്നും ഏതെങ്കിലും തരത്തിൽ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചട്ടം. ഇതിലേത് ചട്ടമാണ് ദിവ്യ എസ് അയ്യർ ലംഘിച്ചിരിക്കുന്നത്? ദിവ്യ എസ് അയ്യർ നിലവിൽ വിഴിഞ്ഞം സീപോർട്ടിൻ്റെ CEO ആയിട്ട് തുടരുകയാണ്. ഈ സ്ഥാനത്ത് MD ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറിയായ രാകേഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ ജോലിയിൽ നിന്ന് രാജിവെച്ചു പോകുമ്പോൾ, ആ രാജിവെച്ചു പോകുന്ന ഘട്ടത്തിലാണ് ഈ KK രാകേഷിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ രാജിവെച്ച് പോകുന്നത് എങ്ങോട്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു രാജ്യത്തെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ജില്ലയിലെ ചുമതല ഏറ്റെടുക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് KK രാകേഷ് പോവുകയാണ്. KK രാകേഷ് ഈ സ്ഥാനം ഏറ്റെടുത്തതിനെ ചൊല്ലി ഒരു വാചകം പോലും നമുക്ക് ഈ പോസ്റ്റിൽ കാണാൻ പറ്റില്ല. ആ പോസ്റ്റ് തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കൂ. പോസ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ, എന്താ ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. തൻ്റെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ, പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹം 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. ഇവിടെ എവിടെയാണ് സർവീസ് ചട്ടലംഘനം? തൻ്റെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾ ഒരു നല്ല കാര്യം, നമ്മുടെ ചോദ്യം സർവീസ് ചട്ടം ലംഘിച്ചു. ആ സർവീസ് ചട്ടം ഇതിൽ ഏത് സർവീസ് ചട്ടം ലംഘിച്ചോ എന്നാണോ ചോദ്യം? അതല്ല എന്റെ ചോദ്യം. അതിര് വിട്ടോ? സർവീസ് ചട്ടം ലംഘിച്ചോ ഗവൺമെന്റിന്റെ വിഷയം. അത് ഗവൺമെന്റിന്റെ വിഷയം. അത് ഗവൺമെന്റ് നോക്കിക്കോളും. അത് ഞാനും ആരോടും നോക്കണ്ട. അത് ഗവൺമെന്റ് നോക്കിക്കോളും. സർവീസ് ചട്ടം ലംഘിച്ചോ എന്നുള്ള ചോദ്യമാണെങ്കിൽ താങ്കൾ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും കണ്ടസ്റ്റല്ല നമ്മൾ പറഞ്ഞെന്താ, ഇതിനകത്തൊരു പ്രൊഫഷണൽ പ്രശ്നം. അല്ലല്ല, വാദം പൂർത്തിയാക്കിയതാ. അരുൺകുമാറും അല്ല. അതിനിവിടെ രാജ്യത്ത് സംവിധാനമുണ്ട്. നമ്മളിവിടെ സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട ഞാൻ പൂർത്തീകരിക്കാൻ അങ്ങ് അനുവദിക്കൂ. ഞാൻ ആകെ 3 മിനിറ്റ് പോലും പൂർത്തിയാക്കിയിട്ടില്ല ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങ് ഏകദേശം 12 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ഒരിടത്ത് പോലും ഏറ്റവും ഒടുവിലാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, അങ്ങ് പൂർത്തിയാക്കുന്ന സമയത്ത് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. അതല്ലേ മിനിമം ജനാധിപത്യ മര്യാദ. ഞാൻ അതിലേക്ക് എത്തിയാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരിടത്തും സർവീസ് ചട്ടം ലംഘിച്ചിട്ടില്ല. അപ്പോൾ സർവീസ് ചട്ടത്തിൻ്റെ അതിര് വിട്ടിട്ടില്ല ഈ പോസ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി എന്താ പറയുന്നത്, കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നയാളാണെന്ന്, അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് നിരവധി ഔദ്യോഗിക കാര്യങ്ങൾ കൃത്യനിർവഹണം നടത്തിയ പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായിട്ടും കോവിഡ് കാലത്ത്
പ്രവർത്തനം നടത്തിയും അതേപോലെ വിഴിഞ്ഞത്ത് CEO ആയിട്ട് പ്രവർത്തിച്ചും പരിചയമുള്ള ദിവ്യ എസ് തോന്നിയാൽ അതിൽ ആർക്കാണ് ആക്ഷേപമുള്ളത്? ഇനി താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് ആസ് ദി അറ്റ്മോസ്റ്റ് റെസ്പെക്ട്. എനിക്ക് പരമാവധി ബഹുമാനം തന്നതിൽ നന്ദിയുണ്ട്. An art that is getting endangered in power corridors across the globe. ലോകമെമ്പാടും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബഹുമാനം തന്നു എന്ന് പറയുന്ന ബഹുമാന പുരസ്സരം നിങ്ങളുടെ സഹപ്രവർത്തകരോട് പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഒരു കലയാണ് യഥാർത്ഥത്തിൽ KK രാഗേഷ് എന്ന് പറയുന്ന CMൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫായ പേഴ്സണൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് തനിക്കുണ്ടായിരുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പറഞ്ഞാൽ ഇതിൽ ആർക്കാ ഇത്ര പൊള്ളേണ്ടത്? എന്തിനാ ഇത്ര പൊള്ളുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫായിപ്പോയി. അത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിപ്പോയി. നമ്മൾ ഇതിനു മുമ്പും ഈ ദിവ്യ എസ് നായരുമായി ബന്ധപ്പെട്ട വിഷയം വാർത്തയാക്കിയിട്ടുണ്ടല്ലോ. അന്ന് എന്തായിരുന്നു? അന്ന് രാധാകൃഷ്ണനെ സ്നേഹാലിംഗനത്തോടു കൂടി യാത്ര ചെയ്യിക്കുന്ന ദിവ്യ എസ് നായരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നെന്താ? ഏത് സമയത്താ? അന്ന് പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താത്ത രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത കളക്ടർ എന്ന നിലയിലും അത് നിയന്ത്രിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലുമായിരുന്നു ആ സ്നേഹാലിംഗനം. അതിനെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ നാട്ടിലെ സൈബർ പോരാളികൾ വിവർത്തനം ചെയ്തത്? ഇന്ന് കണ്ട പോസ്റ്റിനെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാട് മന്ത്രിയോട് വിയോജിച്ചു. നല്ല കാര്യം. ആ പോസ്റ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കണ്ടാൽ അറയ്ക്കുന്ന പോസ്റ്റുകളല്ലേ ഈ പറയുന്ന സൈബർ കൂട്ടങ്ങൾ വന്ന് ഈ പറയുന്നവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്ന് എഴുതിയിട്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് സമാധാനത്തോടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കും. അതിന് ഞാൻ അനുകൂലിച്ചു. നിങ്ങൾ എന്നോട് വിയോജിച്ചു, അത്രയും നല്ല കാര്യമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകളുടെ മനോഗതി എന്താ പറയുന്നത്? ഈ ദിവ്യ എസ് നായർക്ക് സ്വതന്ത്രമായി ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചോ ഒരു നേതാവിനെ കുറിച്ചോ അഭിപ്രായം അത് അനുകൂലിക്കുന്നവരുമായി ബന്ധപ്പെട്ട അവർക്ക് വേണ്ടി നിൽക്കും. അതേസമയം എതിരാളികളായാലും അന്ന് രാധാകൃഷ്ണന്റെ സമയത്ത് സൈബർ ആക്രമണം നടത്തിയ അതേ ആളുകൾ ഇക്കൂട്ടലും വന്ന് സൈബർ ആക്രമണം നടത്തുന്നു. ഇതേ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് ആ സൈബർ ആക്രമണത്തിന്റെ ചൂട് പിടിച്ച് രാഷ്ട്രീയ അഭിപ്രായം മുതിർന്ന നേതാക്കൾ നടത്തും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മുതിർന്ന നേതാക്കൾ വന്ന് പറയുന്നത് എന്താ? പാദസേവ നടത്താൻ പോകുന്നുവെന്നാ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് പാദസേവ നടത്തിയിരിക്കുന്നത്? ഇവർ ഏതെങ്കിലും തലത്തിൽ അനധികൃതമായി ഇവർ എന്തെങ്കിലും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേടിയെടുത്തിട്ടുണ്ടോ? ഇവരുടെ പത്തനംതിട്ട കളക്ടർ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് നമ്മളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തി നടത്തിയ കാര്യങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? അവർ ഈ വിഴിഞ്ഞത്തെ MD എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇന്ന് ചൈനയെ വെല്ലുന്ന ഒരു മാർക്കറ്റായി ഒരു സീപോർട്ടായിട്ട് വിഴിഞ്ഞത്തെ മാറ്റാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യുന്നത്? അത്തരത്തിൽ പദവി വഹിക്കുന്ന ഒരു വനിതയെക്കുറിച്ച് അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർ ആ വ്യാഖ്യാനം ചമയ്ക്കാവൂ എന്ന മട്ടിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ് വേണ്ടത്. നമ്മൾ സുനിത വില്യംസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞല്ലോ. സുനിത വില്യംസ് നമ്മുടെ നാട്ടിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഇങ്ങനെയൊരു പോസ്റ്റ് ഈ സർക്കാർ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഇട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് പറയുക? ആ പെണ്ണൊരുത്തി പണ്ട് ഭർത്താവിനെ നോക്കാതെ അങ്ങ് ബഹിരാകാശത്ത് പോയവളല്ലേ, അവൾ ഇതിനും പറയും ഇതിനപ്പുറവും പറയും എന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്ന മാനസികമായിട്ടുള്ള നിലയാണ്, ആ പുരുഷാധിപത്യ നിലയാണ് യഥാർത്ഥത്തിൽ ഈ സൈബർ കൂട്ടങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദിവ്യ എസ് നായരോട് പറയാനുള്ളത്, നിങ്ങൾ എഫിഷ്യൻ്റായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ എല്ലാവിധമായിട്ടുള്ള ശബരിനാഥൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും അറിഞ്ഞിട്ടും രാഷ്ട്രീയ ഐഡന്റിറ്റിയും അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത്. ശബരിനാഥൻ ആ കാര്യത്തിൽ വിയോജിപ്പുള്ളത് രാഷ്ട്രീയമായ ഒരു വിയോജിപ്പ് മാത്രമാണ് അദ്ദേഹം പ്രകടമാക്കിയെന്ന് മാത്രം വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു. ഇത് ഒരു വീഴ്ചയായിട്ട് ശബരിനാഥൻ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവിന് തോന്നുന്നു. സ്വാഭാവികം. പക്ഷേ ആരാണ് അതിന് നിശ്ചയിക്കുക? അതാണ് ഞാൻ നേരത്തെ സർവീസ് ചട്ടങ്ങളിൽ തുടങ്ങിയത്. ആരുടെ അതിനാണ് നിശ്ചയിച്ചത്? അപ്പോൾ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലത് പറയാൻ ഈ നാട്ടിൽ കഴിയുന്നില്ലെങ്കിൽ, അതിനുള്ള സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഏത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ ഇതേ കാര്യം ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറയാം. VD സതീശനെ കുറിച്ചും VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും, ഇതേ കാര്യം തന്നെ പറയും. ഇങ്ങനെ ഒരു ഊഷ്മള ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ നിങ്ങൾക്ക് ബഹുമാനം തരുന്ന ഒരാളാണെങ്കിൽ മാത്രം ദത്താത്രേയ കണ്ട അജിത് കുമാറിന്റെ നിലപാട് ശരിയാവും. ദത്താത്രേയ ഏത് പേഴ്സണൽ സ്റ്റാഫിനാണ്? അല്ല, പേഴ്സണൽ സ്റ്റാഫിന്റെ അപ്പൊ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചൊക്കെ പറയാം. അതായത് അയാൾക്ക് അയാളുടേതായ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വെച്ചിട്ട് അയാൾ അവിടെ പോയി ദത്താത്രേയെ കാണുന്ന തെറ്റ്.
ദത്താത്രേയ ഹൊസബളെ കണ്ടിട്ട് രണ്ട് വർഷം എന്താ കിട്ടിയത്? അജിത് ഡോവലിനെ കുറിച്ച് ദത്താത്രേയ ഹൊസബളെ കണ്ടിട്ട് കുറെ കാലമായി. അതെ, കുറെ കാലം ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നിലപാട് ശരിയല്ല എടുത്തത് എന്തുകൊണ്ടാണ്? ദത്താത്രേയും ഹൊസബളെയും കാണാൻ പോകുന്ന അജിത്തിനോട് ഒരു നിലപാട്, അതേസമയം ഈ പറയുന്ന KK രാജേഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പിന്നെ ഒന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം ധാർമ്മികതയുടേതാണ് പ്രശ്നം. BJPയോ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആരുടെയും അഭിപ്രായം ഒരു പ്രൊഫഷണൽ ധാർമ്മികത അനാവശ്യമായ വാക്കുകൾ ഞാൻ എന്റെ അഭിപ്രായം ശശി തരൂര് മോദിയെ പുകഴ്ത്തിയ സമയത്ത് ശശി തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതാരാ? ഇതാ യൂത്ത് കോൺഗ്രസ് അല്ലേ? ആ യൂത്ത് കോൺഗ്രസ് അല്ലേ? ഇതേ ശശി തരൂർ മോദിയെ പോയിട്ട് എന്റെ നിലപാട് എനിക്ക് അവരുടെ യാത്രയൊന്നുമല്ല പറഞ്ഞത്. ഞാൻ എന്റെ നിലപാടാ പറയുന്നത്. എന്റെ നിലപാടേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ നിലപാട് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ അധികാരികളെ വിമർശിക്കുന്നവരാണ്. ഒരു അധികാരിയെ പോകത്തണ്ട ആരും. അധികാരിയെ നിങ്ങൾ പോറ്റിയാൽ അത് നിങ്ങൾ സംശയത്തിലാക്കും. അതൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്ന ആൾ ചെയ്തുകൂടാ. ഒരു നിമിഷം യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ശശി തരൂരിന്റെ വിഷയത്തിൽ എടുത്ത നിലപാട് ഇന്ന് ആരാ ഈ ദിവ്യസായിയുടെ വിഷയം ആദ്യമായി ഒരു രാഷ്ട്രീയ വിവാദമാക്കി തീർത്തത്? യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാ. ഇന്ന് നമ്മളിവിടെ ഇത് സംസാരിക്കുന്ന സമയത്ത് ഇത് വിവാദമാക്കി മാറ്റിയതും യൂത്ത് കോൺഗ്രസ് നേതാവിനാ പൊള്ളിയത്. ഞാൻ അതാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ, ABUP അഭിപ്രായം നിങ്ങൾക്കാണ് അസ്വസ്ഥത. കാരണം എന്താ, നിങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല. പ്രൊഫഷണൽ ആയ ഒരു ധാർമ്മികത സുഹൃത്തെ, സർവീസ് ചട്ടത്തിനൊക്കെ അപ്പുറത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇരുന്നിട്ട് ഞാനൊരു അഭിപ്രായം അവകാശങ്ങളേ ഉള്ളൂ. പക്ഷേ ദിവ്യ എസ് അയ്യർക്ക് അങ്ങനെയല്ല. ദിവ്യ എസ് അയ്യർക്ക് സിവിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളെക്കാൾ ഒരാളാണ് ദിവ്യ എസ് അയ്യർ. അത് ഓരോരുത്തരും ലിമിറ്റേഷൻസ് ആദ്യം മനസ്സിലാക്കുന്ന അഭിപ്രായം. അത് ലിമിറ്റേഷൻ അല്ല, അത് എന്തിനു സാധ്യതയാണ്. ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ ശുദ്ധ വിവരക്കേട്. യൂത്ത് കോൺഗ്രസിന്റെ വാദം കെ മുരളീധരൻ ഉന്നയിച്ചു. പാദസേവ എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് എന്താ മറുപടി കേൾക്കൂ. ആ മറുപടി നമ്മളിൽ പലർക്കും മനസ്സിലാകുമെന്ന് നടിച്ചിട്ടും നമ്മളത് പറയില്ല. ആ മറുപടിയാണ് പുരുഷാധിപത്യം എങ്ങനെയാണ് രാഷ്ട്രീയാധികാരത്തിന്റെ ഘടനകളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭർത്താവിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു വനിത പറയാൻ പാടില്ലെന്ന ഒരു ബോധ്യമാണ് ഇക്കൂട്ടരെ കൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ശബരിനാഥന്റെ ഭാര്യയാണ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. ആയിക്കോട്ടെ, നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൽ ഈ വിഷയം ഒരു ചർച്ചയായിരുന്നു. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു? അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു പ്രൊഫഷണൽ എത്തിക്സിന്റെ പ്രശ്നമില്ലേ എന്നുള്ള വിഷയം കൂടെ ഉണ്ട്. സൈബർ ബുള്ളിങ്ങിനൊന്നും ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഒരൊറ്റ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഒരു അഭിപ്രായം അങ്ങോട്ട് പറയുമ്പോൾ ഉടനെ അത് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്, അല്ല BJPയുടെ അഭിപ്രായമാണ് പറയുന്നത്. നമ്മളെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രതികരണം അല്ല. അത് ശരിയല്ല. ഞാൻ എന്റെ അഭിപ്രായമോ അത് നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ നമ്മളെ എന്തിനെങ്കിലും ചേർത്ത് പറഞ്ഞു. ഞാൻ സ്മൃതി പറഞ്ഞതോ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതോ യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമാണെന്നാണോ പറഞ്ഞു? വ്യാഖ്യാനമാണുള്ള വിഷയം. വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ തുടങ്ങിയത് യൂത്ത് കോൺഗ്രസ്
കോൺഗ്രസ് ആണ് ഈ അതിര് നിശ്ചയിക്കുന്നത്. എന്താണ്, ഏതാണ് അതിര് നിശ്ചയിക്കുന്നത്? കേക്കൂ, ഈ വിഷയത്തിൽ അതിരെന്ന് പറയുന്നത് ആര് നിശ്ചയിക്കുന്നതാണ്? സിവിൽ സർവീസിന്റെ കാര്യത്തിൽ അത് നിശ്ചയിക്കുന്നത് സിവിൽ സർവീസ് റൂൾസ് ആണ്. ആ സിവിൽ സർവീസ് റൂൾസ് ഞാൻ 1, 2, 3 എണ്ണി വായിച്ചു. അതിൽ ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. അപ്പോൾ അതിരതല്ല. പിന്നെ നിശ്ചയിച്ച അതിരാതാ. ഈ വിവാദം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാണ്. അതിനുശേഷം കെ മുരളീധരൻ ഏറ്റുപിടിച്ചു. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. സൈബർ ബുള്ളിംഗ് ആണ് പിന്നെ നടക്കുന്നത് മുഴുവൻ. സൈബർ ബുള്ളിംഗ് ആണ്, ഒരുപാട് സൈബർ ബുള്ളിംഗ്. അതാണ് ഞാൻ പറഞ്ഞത്. നിലവാരത്തിലുള്ള വിയോജിപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് സ്മൃതി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തോന്നിയാൽ അതിന് ഞാൻ ഉത്തരവാദിയാണ്. ഇവിടെ പറയുമ്പോൾ ഉടനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർത്ത് നിങ്ങൾ സംസാരിക്കുന്ന രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തിൽ ഇതിന്റെ ലോജിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ചിന്തയിൽ നിന്നാണ് ഉദിച്ചതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആ ആർഗ്യുമെന്റ് ആണ് സ്മൃതിയുടേതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് സ്മൃതിയാണ് പറയുന്നത്. അങ്ങനെ ആക്ഷേപിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു രീതിയുണ്ട്. പതിവായിട്ട് പറഞ്ഞാൽ ഞാൻ ഓരോന്നായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. Meet the editors.